എം.എ.എലിയാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് കോവിഡ് നെഗറ്റീവായി കഴിഞ്ഞപ്പോഴാണ് ശ്വാസകോശത്തിൽ ചില പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആശ്വസിറ്റിയിലേക്ക് മാറ്റുകയും ഇന്നലെ ആശ്വസിറ്റിയിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. വളരെ നന്നേ ചെറുപ്പത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് തൊഴിലാളി നേതാവായി, ട്രേഡ് യൂണിയൻ നേതാവായി, പാർട്ടി നേതാവായി ജില്ലയിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സഖാവാണ്. എല്ലാവരോടും സൗമ്യമായി പെരുമാറാനും എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അപ്പോഴപ്പോൾ അതിലെല്ലാം ഇടപെടാനും എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും കഴിയുന്ന ജനകീയനായ നേതാവായിരുന്നു. പത്തിയൂരിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രൂപത്തിലേക്ക്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രൂപത്തിൽ ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. പത്തിയൂരിലെ ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവായിരുന്നു സാവ് അലിയാർ. നാടിനും ജനങ്ങൾക്കും വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലും യുവജന പ്രസ്ഥാനത്തിലും പാർട്ടിയിലും ഒക്കെ പ്രവർത്തിച്ച് ജനപ്രതിനിധിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ജനസേവകൻ എന്ന രൂപത്തിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനകീയനായ സഖാവ് അലിയാറിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഈ നാടിനും വല്ലാത്ത വിടവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കാളികളാണ് അനുശോചനം. കായംകുളത്ത് നിന്ന് മാത്രമല്ല, നമ്മുടെ ആലപ്പുഴയിലെ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരിക്കലും നമുക്ക് നികത്താനാവാത്ത ഒരു വലിയ വിടവ് സൃഷ്ടിച്ചുകൊണ്ടാണ് സഖാവ് എം.എ. അലിയാർ നമ്മെ വിട്ടു പോയിരിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതവും വളരെ ആകസ്മികവും അങ്ങേയറ്റം വേദനാജനകവുമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും കേട്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഖാവ് കോവിഡിൻ്റെ പ്രയാസത്തിൽ ആദ്യം നമ്മുടെ ആശുപത്രിയിലും അതിനുശേഷം പിന്നീട് ആസ്റ്റർ മെഡിസിറ്റിയിലും വണ്ടാനം മെഡിക്കൽ കോളേജിലും ഒക്കെ പ്രവേശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പം ഒരുപാട് ബെറ്ററായി എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും വളരെയധികം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് എല്ലാവരും പൂർണ്ണ ബോധ്യത്തോടിരിക്കുന്ന അവസരത്തിലാണ് ഈ കോവിഡ് എത്ര അപകടകാരിയാണ് എന്നുള്ളതുകൂടെയാണ് അദ്ദേഹത്തെ പോലെയുള്ളവർ ഒരു വേർപാട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒട്ടും നിസ്സാരമല്ല കോവിഡ് എന്നുള്ളത്. കാരണം അങ്ങേയറ്റം ആരോഗ്യകാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തിയിരുന്ന, വളരെയധികം നമ്മളെപ്പോൾ കണ്ടാലും പറയാം, വളരെ ശുഭ്രവസ്ത്രത്തോടു കൂടി അങ്ങേയറ്റം വളരെ വൃത്തിയായി എന്ന് വെച്ചാൽ ഒരുപാട് ആഹാരം കഴിക്കുന്നൊരു പ്രകൃതം അങ്ങനെയൊന്നും അല്ലായിരുന്നു അലിയാർ സോ. ഞാനിത് തുറന്ന് പറയുന്നത് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മളുടെ ചുറ്റുമുള്ള ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിലിപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ എൻ്റെ സെക്രട്ടറി ആയിരുന്നു, മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലം സെക്രട്ടറി എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മണ്ഡലം സെക്രട്ടറി ആയിട്ടായിരിക്കും. എനിക്ക് എൻ്റെ പരാതികളും പ്രശ്നങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ആവലാതികളും എല്ലാം എല്ലാ ദിവസങ്ങളിലും വിളിച്ചറിയിക്കുകയും അതൊക്കെ വളരെ ഒരു പുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ വളരെ സൗമ്യമായി മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന അലിയാർ സോ. പിന്നെ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ അലിയാർ സോൻ്റെ ഒരു വലിയ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഒരാളാണ്. അന്ന് ഞാൻ അലിയാർ സോയുടെ ഹൃദയബന്ധമൊന്നും അന്നില്ല, ആ കാലത്തില്ല. 2010 കാലഘട്ടത്തിൽ അലിയാർ സോനെ അറിയാവുന്നേ ഉള്ളൂ. എന്നാൽ അന്ന് ജില്ലാ പഞ്ചായത്തിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിഷമം എനിക്കുണ്ടായ അവസരത്തിലാണ് ഞാൻ അറിയുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ വേണ്ടി കായംകുളത്ത് ഞാൻ പോലും അറിയാതെ, അത് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട്, ഞാൻ ശരിയാണ് ചെയ്തതെന്ന ബോധ്യം കൊണ്ടാണ് സഖാവ് വന്ന് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതിരോധം തീർത്തത്. അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും, ഞാൻ എന്നും അത് ഞങ്ങളെപ്പോൾ സംസാരിച്ചാലും ഞാനത് അദ്ദേഹമായിട്ട് അത് ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് വാത്സല്യത്തോടു കൂടി എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്നല്ലേ പ്രവർത്തിക്കും, ഒരു തവണ പോലും ഒന്ന് വഴക്ക് പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് മനുഷ്യരല്ലേ, മനുഷ്യസഹജം എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് പറഞ്ഞുകൊണ്ട് തിരുത്തുന്ന ഒരു പ്രകൃതമൊക്കെ ആയിരുന്നു അലിയാർ സോന്. അതുകൊണ്ട് തന്നെ എനിക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ, സംഘടനാപരമായുള്ള കാര്യങ്ങൾ വന്നാലൊക്കെ തന്നെ ഞാൻ തുറന്ന് സംസാരിക്കുന്നൊരു വ്യക്തിയാണ്. വലിയൊരു നഷ്ടമാണ് കേട്ടോ. അതൊരു വാക്കുകൾ കൊണ്ട് കേവലം ഇങ്ങനൊരു വർത്തമാനം പറയേണ്ടി വരുന്നത് തന്നെ സങ്കടകരമാണ്. കാരണം ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു
ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്തിയൂർ പഞ്ചായത്തിലെ ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ പലരും അതിലുണ്ടായിരുന്നു. ആ ഫ്ലാഗ് ഓഫ് സമയത്ത് വന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ പൊതുപരിപാടിയായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പം നമുക്കൊരു അതിശയമാണ്. അപ്പം മനുഷ്യജീവിതം ത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത് നൈമിഷികതയെപ്പറ്റി, കോവിഡിൻ്റെ അതിപ്രസരത്തെപ്പറ്റി, കോവിഡിൻ്റെ ഒരു ഭീകരതയെപ്പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേർപാടായിപ്പോയി ഇത്. എന്തായാലും കായംകുളത്തിനും നല്ല, ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴയിലെ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സൗമ്യമായ ഒരു മുഖമാണ് നമുക്ക് നഷ്ടമായത്.
സഹോദരനെ പോലെയായിരുന്നു. MSM കോളേജിൽ പഠിക്കാൻ വന്ന അന്ന് മുതൽ അടുത്ത ബന്ധവും സൗഹൃദവും അലിയാരുമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അലിയാർ സാബ് പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ജനപ്രതിനിധി എന്ന നിലയിലും സഹകാരി എന്ന നിലയിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലുമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാ ദിവസവും ഞാൻ വിളിച്ച് മകളോടെ അലിയാർ സാബിൻ്റെ വിവരം അന്വേഷിക്കാറുണ്ടായിരുന്നു. എത്രയും വേഗം മടങ്ങി വരുമെന്നാണ്, അസുഖം ഭേദമായി വരുമെന്നാണ് ഞങ്ങളെല്ലാവരും കരുതിയത്. ആകസ്മികമായിട്ടാണ് സഖാവ് MA അലിയാർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ശരിക്കും ഈ കായംകുളവും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലും ഒക്കെ അദ്ദേഹം എത്ര സുപരിചിതനും ഇഷ്ടമുള്ള ആളുമായിരുന്നു. ഞാൻ തമാശയ്ക്ക് പറയും, അലിയാർ സാബിനെ പാറശാല ഒരു പരിപാടിക്ക് കൊണ്ടുപോയാലും പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ അലിയാർ സാബ് ഈ പത്തിയൂരിലുണ്ടാവും. കാരണം പത്തിയൂരുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം, എവിടെ പോയാലും പത്തിയൂർ കഴിഞ്ഞ് കഴിഞ്ഞുള്ള അദ്ദേഹത്തിന് മറ്റൊന്ന്. കായംകുളം ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ, CA2-ൻ്റെ ജില്ലാ ഭാരവാഹി എന്ന നിലയിൽ, ഈ സ്പിന്നിങ് മില്ലിൻ്റെ ചെയർമാൻ, നമുക്കറിയാം വലിയ തോതിൽ ഈ പുരോഗതിയിലേക്ക് ഈ സ്പിന്നിങ് മില്ലിനെ കൊണ്ടുപോകുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. ചിരിച്ച മുഖത്തോടെ അല്ലാതെ സഖാവ് MA അലിയാരെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ശരിക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ശരിക്കും ഒരു പെട്ടെന്ന് ഈ മഹാമാരി തട്ടിയെടുത്ത സഖാവിൻ്റെ വേർപാട് ആലപ്പുഴ ജില്ലയിലെ പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ്. സഖാവിൻ്റെ ദുഃഖം അത് താങ്ങാൻ കഴിയുന്നതല്ല. ആ കുടുംബത്തിൻ്റെ നഷ്ടവും ഈ പ്രസ്ഥാനത്തിൻ്റെ നഷ്ടവും വളരെ വളരെ വലുതാണ്. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. ഒരുപാട് CPIM-നും ബഹുജന പ്രസ്ഥാനങ്ങൾക്കും ആലപ്പുഴ ജില്ലയിലും വിശേഷിച്ച് കായംകുളത്തും അപരിഹാര്യമായ ഒരു നഷ്ടമാണ്. മികച്ച ഒരു സംഘാടകനാണ് അദ്ദേഹം. ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളും വിജയകരമാക്കുന്നതിന് സഖാവ് അലിയാർക്ക് ഒരു പ്രത്യേകമായ വൈഭവമുണ്ട്. ആ വൈഭവത്തോടു കൂടിയാണ് പരിപാടികളുടെ വിജയം എത്തിച്ചേരുന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരൻ തുല്യമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വന്നത്. ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായി വരുന്ന നാൾ മുതൽ പത്തിയൂരിലെ യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാൾ മുതൽ സഹപ്രവർത്തകരെ പോലെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടാണ് പ്രവർത്തിച്ചു വന്നത്. ആ നിലയിൽ വ്യക്തിപരമായി ഒരു നഷ്ടമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
അപരിഹാര്യമായിട്ടുള്ളൊരു നഷ്ടമാണ്. പാർട്ടി ഏൽപ്പിച്ച ചുമതലകളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ സ്പിന്നിംഗ് മില്ലിൻ്റെ കരിയിലക്കുളങ്ങര സ്പിന്നിംഗ് മില്ലിൻ്റെ ചെയർമാൻ പദവി, അതെല്ലാം ഉത്തരവാദിത്വത്തോടും സത്യസന്ധതയോടും വിനിയോഗിച്ച് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയിട്ടുള്ള ത്യാഗനിധിയായിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. പല നിലയിലുള്ള ആക്രമണങ്ങളും കള്ളക്കേസുകൾ ഉൾപ്പെടെ നേരിട്ട് ആണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത്. അതിനെല്ലാം തരണം ചെയ്ത് ജനങ്ങളുടെ നേതാവായി സഖാവ് എം എ അലിയാർ നാടറിയപ്പെടുന്ന നേതാവായി വളർന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വൈഭവം ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തന രീതിയുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഈ നാടൊന്നാകെ വേദനിക്കുകയാണ്. ആ വേദനയിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഹൃദയം വേദനിക്കുകയാണ്. ആ വേദനയിൽ പങ്കാളിയാകുകയാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അകാലമായ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ദുഃഖകരവും അങ്ങേയറ്റം പ്രയാസവുമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ അങ്ങേയറ്റത്തെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ ജില്ലയിലെ എല്ലാ വ്യാപാരികളും അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ പരമാവധി നേരിട്ട് പങ്കെടുത്ത് പോകാനുള്ള പരിശ്രമം ഞങ്ങൾ ഇതറിഞ്ഞപ്പോൾ പോലും നടത്തിയിട്ടുണ്ട്. തീർച്ചയായും വ്യാപാരികളുടെ ഈ ദുഃഖം അതിലൂടെ പങ്കുവെക്കപ്പെടണം എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്.
സഖാവ് എം.എ. അലിയാർ ഒരു പാർട്ടി നേതാവിൻ്റെ വിയോഗത്തിനപ്പുറമായി എൻ്റെ ആത്മമിത്രമായ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വേർപാടിൻ്റെ ദുഃഖമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ 35-40 വർഷക്കാലത്തെ പരിചയവും പ്രവർത്തന രംഗത്തെ ബന്ധവുമുണ്ട്. കായംകുളത്തെ പാർട്ടിയെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും വളർത്തിക്കൊണ്ട് വരുന്നതിലും പാർട്ടിയെ ശക്തമായൊരു പാർട്ടിയാക്കുന്നതിലും ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളായിരുന്നു എം.എ. അലിയാർ. അദ്ദേഹത്തിൻ്റെ സംഘടനാ രംഗത്തെ പാഠവും പ്രവർത്തന മികവും അതിൻ്റെ ഏറ്റവും അവസാനത്തെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അദ്ദേഹം ജനിച്ചു വളർന്ന പത്തിയൂർ പഞ്ചായത്ത് അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ മറ്റൊരു പാർട്ടിക്കും പഞ്ചായത്തിൽ ഭരണം കൊടുക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യത്തിൽ കായംകുളം അസംബ്ലി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 2021 നടന്ന തെരഞ്ഞെടുപ്പ്, വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി എം.എ. അലിയാർ നടത്തിയ പ്രവർത്തനം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ അങ്ങേയറ്റത്തെ ആവേശകരമായി നിലനിൽക്കുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സഖാക്കൾക്കും ജനങ്ങൾക്കും ആശ്രയിക്കാവുന്ന നേതാവായിരുന്നു എം.എ. അലിയാർ. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കായംകുളത്തെ പാർട്ടിക്കും നികത്താനാവാത്ത നഷ്ടമാണ് എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. തൊട്ടു പിന്നാലെ കടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. CITO ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ്, വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതാവായി, ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാനായും ചുമതലകൾ നിർവഹിച്ച് നാട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന സഖാവ് എം.എ. അലിയാരുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രസ്ഥാനത്തോടും വിപ്ലവാശയങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ഇന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു എം.എ. അലിയാർ. അദ്ദേഹത്തിൻ്റെ വേർപാട് ആലപ്പുഴ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന വിടവ് ആരാലും നികത്താൻ പ്രയാസമാണ്. സാമാന്യ വിദ്യാഭ്യാസം മാത്രമുള്ള അലിയാർ പഞ്ചായത്ത് പ്രസിഡൻ്റായും ബ്ലോക്ക് പ്രസിഡൻ്റായും പാർട്ടിയുടെ സെക്രട്ടറിയായും സെക്രട്ടേറിയറ്റ് അംഗമായും CITO നേതാവായും ഏറ്റവും ഒടുവിൽ ആധുനിക സാങ്കേതിക വിദ്യകളാൽ നയിക്കപ്പെടുന്ന കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൻ്റെ ചെയർമാനായും അസാധാരണമായ വിജയകരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിനെ ലാഭത്തിലേക്ക് നയിച്ച ശേഷമാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി ഇവിടെ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായൊരു ദുരന്തമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശ്വാസവും കൂറും മറ്റ് സഹാക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലും ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്തിനും നേതാവിനും മാതൃകയാക്കാവുന്നതാണ്. സ്ഥാനമാനങ്ങൾ തേടി അതിനുവേണ്ടി കരുക്കൾ നീക്കുന്ന ബൂർഷ രാഷ്ട്രീയ സ്വഭാവം ഒരിക്കലും അദ്ദേഹത്തിനുണ്ടായി. ബൂർഷ ശീലങ്ങളിലൊന്നും അദ്ദേഹം അഭിരമിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തനം കൊണ്ട് മികവ് തെളിയിച്ച് വിശ്വാസദാർഢ്യം കൊണ്ട് അകളങ്കിതനായി കളങ്കമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പേരെടുത്ത് അപ്രതീക്ഷിത അദ്ദേഹം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കൊച്ചിയിലെ ആശുപത്രിയിലുമായി അദ്ദേഹം 30ഓളം ദിവസം കോവിഡിനെതിരെ പോരാടി മുന്നേറിയെങ്കിലും ഒടുവിൽ ഹൃദയസ്തംഭനം മൂലമാണ് അദ്ദേഹം മരിച്ചത്. കോവിഡെല്ലാം മാറി പോസ്റ്റ് കോവിഡ് ന്യൂമോണിയ വന്നു. അതും ചികിത്സിച്ച് ഭേദമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. 7 ലിറ്റർ ഓക്സിജൻ കൊടുത്തത് 1 ലിറ്ററാക്കി കുറച്ചിരുന്നു. അപ്പോഴാണ് ICUവിൽ നിന്നും ഒരു പ്രത്യേക മുറിയിലേക്ക് സുസജ്ജിതമായ സ്ഥലത്തേക്ക് മാറ്റിയത്. പക്ഷേ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്ന് അദ്ദേഹം അന്തരിക്കുകയാണ്. അത് പ്രതീക്ഷിച്ചതാണ്. ഈ 30 ദിവസവും എല്ലാ ദിവസങ്ങളും ഒന്നിലേറെ തവണ ബന്ധപ്പെട്ട ആശുപത്രിയിലെ തലവന്മാരെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. എന്നാൽ രാത്രി 11 മണിയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ എന്നോട് ഈ വിവരം അറിയിക്കുമ്പോൾ എൻ്റെ ഹൃദയം മുഴുവൻ കണ്ണുനീർ ഒഴുകുകയായി. അഡ്വക്കേറ്റ് ശിവദാസനും ബിപിൻ സി ബാബുവും വളരെ സന്താപത്തോടുകൂടി ഈ കാര്യം അറിയിച്ചു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിച്ച ബാബുജാനും വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാവരും മനോനിയന്ത്രണം പെട്ട നിലയിലാണ് കണ്ടത്. അങ്ങനെയുള്ളൊരു ദുരന്തമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പരിയാരുടെ പ്രവർത്തനപാത ഇന്നത്തെ സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ വളരെ സുപ്രധാനമാണ്. ലളിതമായും സത്യസന്ധമായും അഴിമതിയില്ലാതെയും ജനകീയ സ്വഭാവത്തോടും സഹപ്രവർത്തകരോട് കരുതലോടും കൂടി പ്രവർത്തിക്കുക എന്നുള്ള ഏറ്റവും സുപ്രധാനമാണ്. ഒരു മാതൃകയാണ് വലിയാർ. അദ്ദേഹത്തെ ആബാലവൃദ്ധം ജനങ്ങളും ജാതിമത പരിഗണനകൾ മാറ്റിവെച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നാം കാണുകയാണ്. അദ്ദേഹത്തെ പോലൊരു ഒരു സഖാവ് CPMൻ്റെ ആലപ്പുഴ ജില്ലയിൽ വളർന്നു വരാൻ കഴിഞ്ഞത് പാർട്ടിക്ക് അഭിമാനമുണ്ട്, നമുക്കെല്ലാം സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേർപാട് അസഹനീയവും അത്യന്തം ദുഃഖം നൽകുന്നതും അത് പരിഹരിക്കാനാവാത്ത ഒരു വേദനയായിട്ടാണ് മാറിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട്, ഭാര്യയോട്, അദ്ദേഹത്തിൻ്റെ മക്കളോട്, മരുമക്കളോട്, മറ്റ് ബന്ധുക്കളോടെല്ലാമുള്ള ദുഃഖം അറിയിച്ചിട്ടുണ്ട്. വീണ്ടും അറിയിക്കുകയാണ്. എല്ലാവരും കേറണ്ട, എല്ലാവരും കേറണ്ട. അഭിവാദ്യങ്ങൾ
ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ഇൻക്വിലാബ് 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 സിന്ദാബാദ്. പോരാട്ടത്തിൻ നാളുകളെ വീതികളെ മലയാള നയിച്ച സഖാവേ സഖാവേ അലിയാർ സഖാവേ മറക്കില്ല മറക്കില്ലെഴുതാണോ മറക്കില്ലെഴുതാണോ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്പിന്നിംഗ് മില്ലിൻ്റെ ചെയർമാനുമായ എം.എ. അലിയാറുടെ അകാലത്തിലുള്ള ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. ദീർഘകാലം സഖാവിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരേ സമയത്താണ് കായംകുളം ഏരിയ സെക്രട്ടറി അദ്ദേഹവും ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറിയായി ഞാനും പ്രവർത്തിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായും ദീർഘകാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് അലിയാർ കടന്നു വരുന്നത്. DYFIയുടെ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ എക്സിക്യൂട്ടീവിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി ദീർഘകാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു സഹോദര തുല്യ ബന്ധമായിരുന്നു അലിയാർ ഞാനുമായിട്ട്. അലിയാറുടെ കുടുംബവും എൻ്റെ കുടുംബവും തമ്മിൽ പരസ്പരം വളരെയേറെ ആത്മബന്ധമുണ്ടായിരുന്ന സൗഹൃദങ്ങളുണ്ടായിരുന്ന കുടുംബങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് അലിയാറുടെ വേർപാട്. കായംകുളത്ത് CPIM കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സഖാവാണ് അലിയാർ. KN തങ്കപ്പൻ സംഘടനാ നേതൃത്വത്തിൽ നിന്ന് മാറിയതിനു ശേഷം പിന്നീട് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് M.R. രാജശേഖരൻ, അത് കഴിഞ്ഞ് അലിയാർ. ഒരു സുവർണ കാലഘട്ടമായിരുന്നു അലിയാറുടെ കാലഘട്ടം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉജ്ജ്വലമായ വിജയം നേടാൻ ഇടവരുത്തുന്ന സംഘടനാ പാഠവും ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കരുത്തുറ്റ പാർട്ടിയായി കായംകുളത്തെ പാർട്ടിയെ വളർത്തുന്നതിൽ വലിയ പങ്ക് അലിയാർ നിർവഹിച്ചു. എല്ലാ പ്രതിസന്ധികളിലും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവാണത്. പാർട്ടിയോടൊപ്പം എന്നും സഞ്ചരിച്ച സഖാവാണ് അലിയാർ. വളരെ നിഷ്കളങ്കനായ ഒരു പോരാളിയായിരുന്നു അലിയാരെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. സഖാവിൻ്റെ കുടുംബത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും തീരാ നഷ്ടമാണ് അലിയാറുടെ വേർപാട്. പാർട്ടിക്ക് അദ്ദേഹം നൽകിയ എല്ലാ സേവനങ്ങളെയും ഈ അവസരം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖാർദ്രരായ കുടുംബങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. നാടുകളെ
റീത്ത് വെച്ച് ചാനലിൽ ഇറങ്ങിക്കോട്ടെ, റീത്ത് വെച്ചിട്ട് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഇറങ്ങാം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച് CPIM-ൻ്റെയും അതുപോലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സഖാവാണ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാം ഉപദേശവും നിർദ്ദേശവും കായംകുളം മണ്ഡലത്തിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവാണ് സഖാവ് MA അലിയാർ. അദ്ദേഹത്തിൻ്റെ വേർപാട് ജില്ലയിൽ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനയ്ക്ക് തന്നെ CITUവിന് വലിയ തീരാനഷ്ടമാണ്. കായംകുളത്തെ പൊതുപ്രസ്ഥാനത്തിൽ തീരാനഷ്ടമാണ്. പൊതുപ്രവർത്തനത്തിൽ എങ്ങനെ മാതൃകയോടുകൂടി പ്രവർത്തിക്കണമെന്ന് എപ്പോഴും മാതൃക കാട്ടിയിട്ടുള്ള, പൊതുപ്രവർത്തനം സംശുദ്ധമായി ജനസേവനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടത്തിന് വളരെ ചെറുപ്പം മുതൽ നേതൃത്വം കൊടുത്ത സഖാവ്, ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് MA അലിയാറുടെ വേർപാട് അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ CITU